പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവമുഖത്തേക്ക് നോക്കുന്നവന് വേണ്ടി ദൈവത്തിൻ്റെ സഡൻ ആക്ഷനുകൾ വെളിപ്പെടും. മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. നല്ലൊരു പ്രഭാതം കൂടെ കർത്താവ് ദാനമായിട്ട് തന്നതിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അവിടുത്തെ സാന്നിധ്യം ഇന്ന് രാവിലെ നമ്മുടെ മൺകൂടാരങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, ഞങ്ങളുടെ അഭിഷേകത്താൽ എന്നെ നടത്തണമേ, ഓരോ നിമിഷം ഞങ്ങളുടെ ആത്മാവുമായിട്ട് ചേർന്ന് യാത്ര ചെയ്യാൻ എന്നെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് നീങ്ങാം. ദൈവം നമ്മളോട് സംസാരിക്കും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗം. ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞൊരു പദം ശ്രദ്ധിച്ചോ? പ്രതികൂലത്തിൻ്റെ നടുവിൽ ദൈവമുഖത്തേക്ക് നോക്കുന്നവന് വേണ്ടി ദൈവത്തിൻ്റെ സഡൻ ആക്ഷൻ വെളിപ്പെടും. അപ്പോൾ ഈ വചനമായിട്ട് എന്തോ അതിന് ബന്ധമെന്ന് ചോദിച്ചാൽ ഞാൻ പറയാൻ പോകുന്നത് സ്തേഫാനോസിൻ്റെ കാര്യമാണ്. സ്തേഫാനോസ് വളരെ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു അല്ലേ? അവനെ ദൈവം ആദ്യം തിരഞ്ഞെടുത്തത് മേശമേൽ ശുശ്രൂഷ ചെയ്യാൻ, ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന 7 പേരിൽ ഒരുത്തനായിട്ടാണ് ദൈവം തിരഞ്ഞെടുത്തത്. പക്ഷെ അതിനകത്ത് അവൻ വിശ്വസ്തനായിരുന്നു കേട്ടോ. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മളെ ആദ്യമൊന്നും ഏറ്റവും ഉന്നത അവസ്ഥയിലൊന്നും ആക്കത്തില്ല. ആദ്യം ചിലപ്പോൾ ചെറിയ ചില കാര്യങ്ങൾ ചെയ്യാനായിരിക്കും ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത്. പക്ഷെ അതിനകത്ത് നമ്മൾ വിശ്വസ്തരായിരുന്നാൽ, നോക്കി 7 പേരുടെ പേര് അവിടെ കാണുന്നില്ല, പക്ഷെ സ്തേഫാനോസിൻ്റെ പേര് അവിടെ കാണുന്നുണ്ട്. ആമേ, സ്തേഫാനോസിനെ അവിടെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കണ്ടോ, അവിടെ പറയുന്നു പരിശുദ്ധാത്മാവും ജ്ഞാനവും നിറഞ്ഞ സ്തേഫാനോസ്. പിന്നത്തേതിൽ പറയുന്നു ആമേൻ, നല്ല ആമേൻ വിശ്വാസം നിറഞ്ഞ സ്തേഫാനോസ്. ദൈവകൃപ അവനിലൂടെ ഒഴുകുന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു. ദൈവവചനം വളരെ കട്ട് ആൻഡ് റൈറ്റായിട്ട് പരീശന്മാരോട് പോലും വിളിച്ചു പറയുന്ന സ്തേഫാനോസ്. ചെവിക്കും ഹൃദയത്തിനും പരിച്ഛേദനയില്ലാത്തവരെന്ന് പറഞ്ഞ് ആമേൻ അവരുടെ ഉള്ള അവസ്ഥ ഹൃദയംഗമായി വെളിപ്പെടുത്തുന്ന സ്തേഫാനോസ്. എന്താണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്? അതിനകത്തു നിന്ന് അവരെന്താ പാഠം പഠിച്ചത്? അവരെല്ലാവരും അതിനോട് പോസിറ്റീവായിട്ടല്ല പ്രതികരിച്ച്, നെഗറ്റീവായിട്ട് പ്രതികരിച്ചു. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ നീ ആരാ? ഞങ്ങളുടെ നേരെ സംസാരിക്കുക, ശബ്ദമുയർത്താൻ നീ ആരാ? ഇത് ദൈവശബ്ദമൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അവനെ എറിയാൻ കല്ലെടുത്തതേ ഉള്ളൂ. എന്ത് സംഭവിച്ചു? ആമേൻ, ഹല്ലേലൂയ. സ്തേഫാനോസ് ഉയരത്തിലേക്ക് അങ്ങ് നോക്കി. അവരുടെ നേരെ നോക്കിയെന്നല്ല പറയുന്നത്, ഉയരത്തിലേക്ക് നോക്കി. അവിടെ പറയുന്നൊരു പദം എന്നെ എപ്പോഴും ചിന്തിപ്പിക്കാറുണ്ട്. അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. ദൈവദൂതൻ്റെ മുഖം പോലെ. ആമേൻ. മുകളിലേക്ക് നോക്കിയപ്പോൾ വീണ്ടും കാണുകയാ ദൈവ മഹത്വവും. ആമേൻ. ദൈവപുത്രൻ ദൈവ മഹത്വത്തിൻ്റെ വലത്ത് ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത് അവൻ കാണുകയാണ്. അടുത്ത നിമിഷം എല്ലാവരും അവനെ കല്ലെറിയുമ്പോൾ ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ അവൻ നിത്യതയിലെത്തപ്പെട്ടു കേട്ടോ. പ്രതികൂലത്തിൻ്റെ നടുവിൽ ദൈവമുഖത്തേക്ക് നോക്കിയവൻ ദൈവികമായ വെളിപ്പാട് കണ്ട് ആ വേദനകളൊന്നും അവനൊരു വേദനയല്ലാതായി മാറി നിത്യതയിൽ അവൻ എത്താനിടയായിത്തീർന്നു. അവിടെ കൊണ്ട് ആ സംഭവം തീരുന്നില്ല. കല്ലെറിഞ്ഞ് അവരുടെ വസ്ത്രം സൂക്ഷിച്ച ശൗലിനെ ദൈവം നോട്ടം വിട്ടു. സ്തേഫാനോസിന് പകരം ആമേ, നോക്കിയേ, സ്തേഫാനോസ് അവിടെ കൊല്ലപ്പെട്ടു. ആമേൻ. ദമസ്കോസിലേക്ക് പോകുമ്പോൾ അവിടെ ശൗൽ പിടിക്കപ്പെടുകയാണ്. ഇന്ന് രാവിലെ കാലം ദൈവാത്മാവ് എന്നിലൂടെ നമ്മളോട് സംസാരിക്കുന്നു. ദൈവത്തിനറിയാം ചിലതിനെ എവിടെ പിടിക്കണം, എങ്ങനെ പിടിക്കണം. പക്ഷെ നമുക്കൊരു ദൗത്യമുണ്ട്, പ്രാർത്ഥിക്കുക എന്നുള്ള ഒറ്റ ദൗത്യമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത്. അതിനകത്തത് വിശ്വസ്തയോട് കൂടെ അത് ചെയ്യാൻ തയ്യാറായാൽ ഒരു ദൈവപ്രവൃത്തി നമ്മൾ കാണുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല.
ആമേ. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് എന്നുള്ളൊരു ദൈവ ശബ്ദം കേൾക്കുകയും നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ച് ആ ശബ്ദത്തിന് മുമ്പിൽ വിധേയപ്പെടുകയും ചെയ്യുന്നൊരു ശൗൽ പിന്നത്തേതിൽ ആമേ ലോകം കീഴ്മേൽ മറച്ച, ലോക ചരിത്രത്തെ സ്വാധീനിച്ച ശക്തനായ അഭിഷക്തനായ പൗലോസായി മാറിയെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവവേദിലെ നിന്റെ ഭവനത്തിനകത്തും ഇതുപോലെ ചില ഇടഞ്ഞു നിൽക്കുന്ന ശൗലുമാർ കണ്ടേക്കും കേട്ടോ. ദൈവം ഒന്ന് തൊട്ടാൽ മതി, ദൈവം ഒന്ന് ഇടപെട്ടാൽ മതി, ദൈവത്തിൻ്റെ ഇടപെടിയിൽ അവരുടെ മേൽ ഉണ്ടായാൽ മതി. അത് നടക്കും, അത് സംഭവിക്കും. ഈ ദിവസങ്ങളിൽ, ഈ മാസത്തിൽ അതിനായിട്ട് റെഡി ആയിക്കൂ. ഒരു ദൈവിക ഇടപെടിയിൽ ആ കുടുംബനാഥനിൽ, ആ മകനിൽ, ആ പ്രിയപ്പെട്ടവരിൽ കർത്താവ് നൽകാൻ പോവാം. ഏൽപ്പിച്ചു കൊടുക്കാം, കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇടപെട്ട ദൈവശബ്ദത്തിന് മുമ്പിൽ, അറിയിച്ച ദൈവാലോചന മുമ്പിൽ പൂർണ്ണമായിട്ട് ഞങ്ങളെ സമർപ്പിച്ച് വിധേയപ്പെടുത്തുന്നു. ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ദൈവപ്രവർത്തിക്കാൻ ഇന്നത്തെ ഈ മെസ്സേജ് കാരണമായി മാറുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.